നമുക്ക് ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ചൊടിയുള്ള ഒരു ചായക്കടി ഉണ്ടാക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഈ പാലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർ പാലൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രോസസ്സ് എന്തായാലും ചെയ്യണം. അതായത് നന്നായിട്ട് ഇവിടെ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയെന്ന് വെച്ചാൽ അതുപോലെ നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കഴുകിയെടുക്കുക. അതിന് ശേഷം നമ്മളിത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം. ഒരു 10-20 സെക്കൻഡൊക്കെ ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇതുപോലെ തന്നെ മുഴുവനോടെ തന്നെ കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇട്ട് വയ്ക്കുക. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് എടുത്ത് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ ബ്ലാൻഡിങ് എന്നാണ് പറയുക. ഇത് എന്തായാലും ചെയ്യണം. കാരണം ഈ പാലക്കിൽ ഓക്സലേറ്റ് ചീരയിലെല്ലാം ഒരുവിധം പ്രത്യേകിച്ച് പാലക്കിൽ ഓക്സലേറ്റിൻ്റെ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അത് കൂടുതലായിട്ടാണ് നിൽക്കുക. നമ്മളത് ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് എക്സസ് ആയിട്ടുള്ള ഈ ഓക്സലേറ്റൊക്കെ നമ്മുടെ ശരീരത്തിലെ കാൽസ്യമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പ്രോസസ്സ് നമ്മളെപ്പോഴും ചെയ്യണത്. തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് 20 സെക്കൻഡ് ഇതുപോലെ തന്നെ ഇട്ടതിന് ശേഷം അപ്പം ഞാൻ വലിയ അരിപ്പയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വാർത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഓക്സലേറ്റിൻ്റെ ലെവല് കുറയും ഇതിലത്തെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 പാലക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ അരിഞ്ഞ് പീസുകളാക്കിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ചെറുതാക്കണ്ട, ഇത്തിരി വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സി ജാറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് വറുത്ത റവയാണ് അതിട്ട് കൊടുക്കുക. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചോറ്, ഏത് ചോറ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂണും, പിന്നെ 1 ടീസ്പൂൺ വറുത്ത അരിപ്പൊടി, നൈസ് അരിപ്പൊടി, പിന്നെ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് 3 ടേബിൾ സ്പൂണും ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അത് വല്ലാണ്ട് ലൂസായി പോകരുത് കേട്ടോ, നമ്മുടെ ഉഴുന്നുവടയുടെയൊക്കെ ഒരു മാവിൻ്റെ പോലെ. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഇത് വെറുതെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്, ഒരു കട്ട് ചെയ്തിട്ട് 4ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചോളാണ് കേട്ടോ, അത് സ്വീറ്റ് കോണാണ്. ഇത് ഇടണമെന്നില്ല, ഞാനിവിടെ ഉള്ളത് ഇട്ടു എന്ന് മാത്രം. ഉള്ളവർ കയ്യിലുണ്ടെങ്കിൽ ഇടാം, നല്ല ഹെൽത്തി ആയിരിക്കും. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പിനാച്ചിൽ നിന്ന് 1 ടേബിൾ സ്പൂണാണ് നമ്മൾ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതേ കണ്ട ഇതുപോലെ മിക്സ് ചെയ്യിക്കും. ഉഴുന്നുവടയുടെയൊക്കെ മാവ് പോലെ നന്നായിട്ട് വിട്ട് ഇങ്ങോട്ട് വരുന്ന ആ ഒരു പരുവ്, ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കണമെങ്കിൽ. വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പാലക്കിലേക്ക് ഇത് മുഴുവനായിട്ടും അരപ്പ് ഒഴിച്ചെടുക്കുക. ഞാൻ ഇതിലേക്ക് ചെറിയ സൈസ് സവാളയാണ് കേട്ടോ, ഒന്ന് പകുതി കട്ട് ചെയ്തതിന് ശേഷം നീളനെ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പൊടിയായിട്ട് അരിയേണ്ട, നീളനെ തന്നെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. പിന്നെ 1/2 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം പൊടിയായി അരിഞ്ഞിട്ട്, 2 നല്ല എരിവും മണമുള്ള പച്ചമുളക് പൊടിയായി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും നല്ല ചെറുതാക്കിയിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കൈപ്പിടി മല്ലിയിലയാണ്, അതും കൂടെ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. ഒരു 4-5 തണ്ട് മല്ലിയിലയാണ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാലകളായിട്ട് ചേർക്കണത്, നമ്മളധികം മസാലകളൊന്നും ചേർക്കണില്ല. കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്, ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി സാധാരണ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായം പൊടിയും, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ടീസ്പൂൺ ഇതുപോലെ തന്നെ നന്നായിട്ട് ആ പച്ചമുളകിൻ്റെയും സവാളയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ചേരുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ തന്നെ ഉടച്ചൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഇതുപോലെയാണ് വേണ്ടത്. നമ്മൾ കൈകൊണ്ടൊന്ന് കോരിയെടുത്ത് ഒഴിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ വേണം ഈ ഒരു മാവ് ഉണ്ടാക്കണമെങ്കിൽ. എത്രയും വെള്ളം കുറച്ച് അരയ്ക്കാൻ പറ്റുന്ന അതുപോലെ അരച്ചെടുക്കുക. ഇനി ഇത് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഏത് ഓയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ചൂടാവുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വെച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ കോരി ഒഴിച്ചിട്ട് കൊടുക്കാം. ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ക്രിസ്പാവുന്ന വരെ നല്ല സവാളയും ഒക്കെ മുരിഞ്ഞ് നല്ല വടയുടെ ഒരു മണം ഇങ്ങനെ പൊന്തി വരും. അതുവരെ നന്നായിട്ട് കുറച്ചധികം നേരം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വടകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.